എൻ്റെ പേര് സിജോ ജോസ്. ഞങ്ങൾ അമ്പഴക്കാട്, അതായത് സെൻറ്റ് തോമസ് ഫൊറോന ചർച്ച് അമ്പഴക്കാട് ഇടവകയുടെ ഒരു അംഗമാണ്. ഇതെൻ്റെ വൈഫ് ജിനി സിജോ. ഞങ്ങൾക്ക് 4 മക്കളാണ്. മൂത്ത 4 ആൺമക്കളാണ്. മൂത്ത ആളുടെ പേര് എറിക് ജോസഫ് സിജോ. പിന്നെ രണ്ടാമത്തെ ആളുടെ പേര് എൽമർ ജോസഫ് സിജോ. മൂന്നാമത്തത് ഇരട്ട കുട്ടികളാണ്, ഏദൻ ജോസഫ് സിജോ, എൽബിൻ ജോസഫ് സിജോ. പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ളത് എനിക്ക് അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, പെങ്ങളുണ്ട്. പെങ്ങളെ കഴിഞ്ഞ് പോയി. അപ്പച്ചനും അമ്മയും ഞങ്ങളോട് ഒരുമിച്ച് താമസിക്കുന്നത്. എനിക്ക് കുഞ്ഞുങ്ങൾ കൂടുതൽ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ സിജോജനോട് അത് പറഞ്ഞിരുന്നു. അപ്പോൾ ആൾ ആദ്യം പറഞ്ഞത് നമ്മുടെ 2 വീട്ടിലും 2 മക്കൾ വെച്ചായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാന്നുള്ള രീതിയിലായിരുന്നു. ആള് അലയനിലായിരുന്നപ്പോൾ ജീസസ് യൂത്തിന്റെ ഭാഗമായിട്ട് പ്രോ ലൈഫിന്റെ മൂവ്മെന്റിന്റെ കൂടെ പങ്കുചേരാൻ സാധിച്ചിരുന്നു. അപ്പോൾ അതുകൂടി കഴിഞ്ഞപ്പോൾ ആൾക്ക് കുറച്ചുകൂടി ഇൻസ്പയർഡായി. അപ്പോൾ എൻ്റെ കൂടെ ഓക്കെ, നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളാവാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ആദ്യമേ വൈഫ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീട്ടിലും വൈഫിൻ്റെ വീട്ടിലും ഇങ്ങനെ 2 മക്കൾ വെച്ചേ ഉള്ളൂ. അപ്പോൾ ഞാനും ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് മക്കൾ വേണമെന്നുള്ള പ്രതീക്ഷ അങ്ങനെ ഉണ്ടാകുന്നില്ല. ദൈവാനുഗ്രഹം എന്താ വെച്ചാൽ അങ്ങനെ നടക്കുന്നത് വെച്ചു. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അബുദാബിയിൽ അലൈനിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ ജീസസ് യൂത്ത് മൂവ്മെൻറ്റായിട്ട് ചേർന്ന് അങ്ങനെ പോയി. അങ്ങനെ ജീസസ് യൂത്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ കൂടെ ചേർന്നപ്പോഴാണ് പ്രോ ലൈഫ് എക്സിബിഷൻ എന്നൊരു പ്രോഗ്രാം വന്നു. ആ പ്രോ ലൈഫ് എക്സിബിഷനിൽ പങ്കെടുത്ത് അങ്ങനെയാണ് കുറച്ചും കൂടി നമുക്ക് ഒരുപാട് അതായത് കുട്ടികൾ കൂടുതൽ വേണമെന്നുള്ള അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ദൈവം എന്നെ അപ്പോഴാണ് പ്രേരിപ്പിച്ചത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അപ്പം ഞാൻ നാട്ടിൽ വന്ന് ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് ആദ്യത്തെ 2.5 വർഷത്തോളം 3 വർഷം കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 2.5 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ നാട്ടിൽ വൈഫായിട്ട് ഫാമിലിയായിട്ട് സെറ്റിലായി. പിന്നെ ഞങ്ങൾ ഒരു 6 മന്തോളം ഞങ്ങൾക്ക് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ഒരു 6 മാസത്തെ ഒരു ദമ്പതികൾക്കുള്ളൊരു ധ്യാനം ഉണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചി പറഞ്ഞു, കുട്ടികളില്ലാത്ത ദമ്പതികൾക്കുള്ളൊരു ധ്യാനം ഉണ്ട്. ധ്യാനം കൂടി ദൈവം എന്തായാലും നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പ്രയറിൻ്റെയും എല്ലാത്തിൻ്റെയും ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് എറിക് ജോസഫ് സിജോ ഞങ്ങൾക്ക് ജനിച്ചത്. അവന് 7.5 വയസ്സാണ്. ആളൊരു സ്പെഷ്യൽ കിഡാണ്, മൈൽഡ് ഓട്ടിസ്റ്റിക് ആണ് അവനൊരു 3 വയസ്സിൽ അത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അതിന്റെ ഫോളോ അപ്പ് ചെയ്യുന്നു. മൂത്താള് സ്പെഷ്യലാണ്. എന്നിരുന്നാൽ കൂടി അവന്റെ കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങളിലോടൊക്കെ ചെയ്യാൻ തമ്പുരാൻ അവന് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അവൻ സ്വയം ചെയ്യും. ഇന്നസെന്റ് ആണ് ആള്, ഭയങ്കര പ്യുവർ ഹാർട്ടഡ് ആണ്. കള്ളത്തരങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. രണ്ടാമത്തെ കുഞ്ഞ് എൽമർ ജോസഫ് UKG പഠിക്കുന്നു, 5.5 വയസ്സ്. അവൻ നല്ല ആക്റ്റീവാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാനും മൂത്തവനെ സഹായിക്കാനും എല്ലാത്തിനും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. മൂന്നാമത്തെ ഇരട്ട കുഞ്ഞുങ്ങൾ 2.25 വയസ്സ്. ഒരു വീട്ടിലാണ്, നമ്മുടെ കൂടെ തന്നെയാണ്. കുഞ്ഞാവകളെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന്മാരെ കണ്ടു പഠിക്കണ കാരണം എല്ലാ കാര്യങ്ങളും അവരവരെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യാൻ പ്രാപ്തരാണ്. മൂത്ത ആളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വികൃതികളോ കുറുമ്പുകളൊക്കെ വരുമ്പോഴത്തേക്കും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അമ്മയെ ചേട്ടൻ അങ്ങനെ വീഴാൻ പോകുന്നു, അങ്ങനെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. വികൃതികളാണ് കുഞ്ഞുവാവകൾ, ഇത്തിരി വികൃതികളാണ്, എന്നാലും ഭയങ്കര സ്നേഹം കെയറിങ് ആണ് ചേട്ടന്മാരും. മക്കള് വെച്ചാൽ എനിക്ക് എല്ലാവരും വെച്ചാൽ ആദ്യമേ എറിക്ക് വന്നപ്പോൾ ആദ്യത്തെ ഒരു 2 വയസ്സ് വരെ ഞങ്ങളെല്ലാവരും നോർമൽ കൊച്ചിനെ പോലെ തന്നെയായിരുന്നു നമുക്ക്. അങ്ങനെ പിന്നെയാണ് നമുക്ക് അത് കഴിഞ്ഞപ്പോഴേക്കും എൽമർ വന്നു. അതായത് ഓരോ മക്കളിലും ദൈവം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ആ സമയത്താണ് ദൈവം നമുക്ക് തരാറ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തെക്കാളും ദൈവം തീരുമാനിക്കുന്ന സമയത്ത് നമുക്ക് തരും. അതുകൂടാതെ തന്നെ മൂന്നാമത്തെ ട്വിൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. അത് ഇവിടെ ഫസ്റ്റ് സ്കാനിങ്ങിന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇന്നസെന്റ് പറയുന്ന പോലെ ഡബിളാണ് കേട്ടോ ചേട്ടാ, അടിച്ച് ഡബിളാന്ന് പറഞ്ഞാൽ. അതായത് ദൈവത്തിൻ്റെ പദ്ധതി നമ്മളത് അംഗീകരിക്കുന്നു. അതിപ്പോൾ അതായത് 3ഉം 4ഉം അവർ എല്ലാവരും ചേർന്നുമ്പോൾ നല്ലൊരു ഒച്ചപ്പാടും പാടെന്ന് പറയില്ലേ, നല്ലൊരു ശരിക്കും ആദ്യത്തെ 2 പേര് പറഞ്ഞേക്കാളും പിന്നെ അത് കഴിഞ്ഞ് 3ഉം 4ഉം കൂടി വന്നപ്പോൾ ആണ് എല്ലാവരും വീടൊരു എനർജി ലെവലായി എന്ന് പറയില്ലേ, വീട് മൊത്തം ഒച്ചപ്പാടും പാടും. അതായത് എൻ്റെ അപ്പച്ചനോടും അമ്മയോടും എല്ലാവരും കൂടിയുള്ള ഒരു മിങ്കിളിങ് കൂടിയത് ശരിക്കും അപ്പോഴാണ്. കാരണം അവർക്കും കൂടി തോന്നി കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ഉണ്ട്, മക്കളെ അവരും കൂടി ഹാൻഡിൽ ചെയ്യണം തോന്നി. കാരണം ഞങ്ങൾ രണ്ടുപേരും തന്നെ എല്ലാവരും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ സപ്പോർട്ടും കൂടി ഭയങ്കര ഒരുപാടുണ്ട്. അപ്പോഴാണ് നമുക്ക്
കറക്റ്റായിട്ട് അവരെ നോക്കാൻ വേണ്ടി സാധിച്ചത്. മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് വന്നതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ഒരൊറ്റ കുടുംബം എന്നുള്ള ഫീല് ശരിക്കും അനുഭവിക്കാൻ പറ്റിയത് അപ്പേരം. എല്ലാവരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. ഞാനും ചേട്ടനും തമ്മിലുള്ള ബോണ്ടിങ് തന്നെ വളരെയധികം കൂടി. എന്ന് വെച്ചാൽ അതുവരെ 2 കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരുന്ന സമയത്തും എൻ്റെ ഉത്തരവാദിത്വം, അമ്മയുടെ ഉത്തരവാദിത്വം എന്നുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷേ മൂന്നാമത്തെ കുഞ്ഞുങ്ങളും കൂടി വന്നപ്പോഴാണ് നമ്മളെല്ലാവരും ഒരുപോലെ, അപ്പച്ചനും അമ്മയും മക്കളും അപ്പാപ്പനും അമ്മയും എല്ലാവരും ഒരുപോലെ കുഞ്ഞുങ്ങളെ പരിചരിക്കാനും സ്നേഹിക്കാനൊക്കെ തോന്നി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ബോണ്ടിങ് ശക്തമാണ് ചെയ്തത്, അപ്പച്ചനായാലും അമ്മയായാലും എല്ലാവരും കൂടി. പിന്നെ മൂന്നാമത്തെ ഞാൻ സത്യത്തിൽ കുറച്ച് കഴിഞ്ഞ് മതി എന്ന് വിചാരിച്ചിരുന്ന കുഞ്ഞുങ്ങളായിരുന്നു. മൂത്തവൻ ഇങ്ങനെ ആയതുകൊണ്ട് അവനെ തെറാപ്പിക്കും അവൻ്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ അപ്പോൾ തിരക്ക് വരരുത്, ടൈറ്റ് ആവരുത് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ തമ്പുരാൻ മൂന്നാമത്തെ തന്നു. അപ്പോൾ തന്ന സമയത്ത് ഞാനിങ്ങനെ ഇത്തിരി ടെൻസ്ഡ് ആയിരുന്നു. അപ്പോൾ എന്നോട് സിജു ചേട്ടൻ എപ്പോഴും കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തുടങ്ങി ഞാൻ ആളെന്നോട് പറയുന്ന എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആള് പറയുന്നൊരു വചനമുണ്ട്, ജെറമിയ 29:11. ഇത് കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിന്റെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പ്രത്യേകത, എനിക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന മതി. ഈ വചനം ഞാൻ എപ്പോഴും അവരോട് പറയാനുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കും, നമുക്ക് ഇങ്ങനെ മൂത്ത കുഞ്ഞ് ഇങ്ങനെയാണെന്ന് ദൈവത്തിന് അറിയാലോ, അപ്പൊ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവനെ ശ്രദ്ധിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ പറയില്ല, തമ്പുരാന് പദ്ധതി ഉണ്ട്, നമ്മളെ ഒരിക്കലും നശിപ്പിക്കാനുള്ള തമ്പുരാൻ അറിയാന്നു. പക്ഷെ ഇപ്പൊ അത് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇവര് 3 മക്കളും കൂടി വന്നത് പിന്നെ അവൻ ഒരുപാട് കാര്യങ്ങളിൽ ഇംപ്രൂവ്ഡ് ആയി. അവന് സംസാരിക്കാൻ നന്നായിട്ട് പഠിച്ചു, കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് ഇംപ്രൂവ്ഡ് ആയി, ഷെയറിങ് മെന്റാലിറ്റി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ അവന് റിവ്യൂ എടുക്കുന്ന ഡോക്ടർ വരെ ഭയങ്കര അതിശയിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അവൻ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. സത്യത്തിൽ അവന് ആ വീട്ടിൽ കിട്ടണ ഒരു നോർമൽ കുട്ടികളുടെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവനെ ഇത്രയും ഇമ്പ്രൂവ്ഡ് ആക്കിയത്. സാധാരണ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടാൻ വേണ്ടി പാർക്കിൽ കൊണ്ടുപോവാ, നോർമൽ സ്കൂളിൽ വിടാം. ഇവനെ സംബന്ധിച്ച് അത് തമ്പുരാൻ വീട്ടിൽ തന്നെ അവനത് തന്നു. അപ്പൊ അതൊരു ബ്ലെസ്സിങ് ആണെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, തമ്പുരാന്റെ അനുഗ്രഹം. കാരണം ഇപ്പൊ അവൻ കൂടുതലും ചെറിയ ഒരു സംസാരിക്കുന്ന ആ ഒരു രീതി, അതിനകത്തേക്ക് അവരെങ്ങനെയാണ് കൂടുതൽ മിങ്കിൾ ചെയ്യണ ആ ഒരു രീതിയിൽ അവർ കണ്ടുപഠിച്ച് അങ്ങനെ ഇറക്ക് കൂടുതൽ കുറച്ചും കൂടി ഒരുപാട് സംസാരിച്ച് ഒരുപാട് അവൻ്റെ അത് പ്രവൃത്തിയിൽ ഒരുപാട് മാറ്റം വന്നു. മറ്റുള്ള ഒരു നല്ല എല്ലാവരും 4 പേരും നല്ലൊരു ബോണ്ടിങ് വന്നത് ഈ മറ്റുള്ള 3-4 കുട്ടികൾ വന്നതിന് ശേഷം. എന്ത് കഴിക്കാൻ കൊടുത്താലും എന്ത് കൊണ്ടുവന്നാലും മൂത്തവൻ വേഗം കൊണ്ട് താഴെ ഉണ്ണികൾക്ക് കൊണ്ടു കൊടുക്കും. ഷെയറിങ്ങിനൊക്കെ ഇപ്പൊ ഭയങ്കര മുൻഗണന ആൾ കൊടുക്കണം. മുന്നേ അങ്ങനെ കൊടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതുപോലെ ഇവര് 3 ആളും കൂടി കളിക്കണ കാണുമ്പോൾ അവൻ തനിയെ വന്ന് ഇവരുടെ കൂടെ കൂടി കളിക്കാനൊക്കെ തുടങ്ങി. അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞു ഇപ്പൊ. ജിനിയെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അവൾക്ക് ക്ഷമിക്കാനുള്ള നല്ലൊരു കഴിവുണ്ട്. പിന്നെ എന്ത് പറഞ്ഞാലും പൊതുവെ ഒരു തെറ്റാണ് അവരുടെ ഭാഗത്താണെങ്കിൽ അവൾ സോറി പറയും, ചേട്ടാ സോറി എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ പറയും. അത് അപ്പം തന്നെ നമ്മൾക്ക് മൈൻഡിനൊരു റിലാക്സേഷൻ നമുക്ക് വരും. സിജുചേട്ടൻ ഭയങ്കര ശാന്തനാണ്, ഭയങ്കര ശാന്തതയോടെ സംസാരിക്കുള്ളൂ. എത്ര ദേഷ്യം വന്നാലും അത് പ്രകടിപ്പിക്കില്ല. പിന്നെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണത് എല്ലാവരും പൊതുവേ ചോദിക്കാം 4 മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ എന്നെക്കാളും കൂടുതൽ സ്ട്രെസ് വരുന്നത് അവൾക്കാണ്. പക്ഷേ ഏറ്റവും നന്നായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അവളുടെ ഒറ്റ കഴിവാണ്. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ ഭയങ്കര മുന്നിലാണ്. ആരെയും ഹർട്ട് ചെയ്യണ രീതിയിലൊന്നും സംസാരിക്കില്ല ആള്. അതായത് ജിനിനെ ആദ്യമായിട്ട് ഞാൻ കാണാൻ വേണ്ടി പോകുമ്പോൾ ഞാനും അപ്പച്ചനും കൂടിയായിട്ടാണ് പെണ്ണ് കാണാൻ വേണ്ടി പോയത്. സാധാരണ പെണ്ണ് കാണാൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ സാധാരണ കണ്ടി കൂട്ടുകാരുടെ കൂടെ അങ്ങനെ വരാം. അപ്പോൾ ഇവിടെ ചേട്ടനും അപ്പച്ചനാണ് വന്നത്. അപ്പോൾ എനിക്ക് തോന്നി കുടുംബമായിട്ടൊരു അടുപ്പം നല്ല രീതിയിൽ പുലർത്തുന്ന ഒരു ഫാമിലിയാണ്. ആ ഒരു സാഹചര്യമൊക്കെ തന്നെയാണ് വിവാഹത്തിലേക്ക് തന്നെ എത്തിച്ചത്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ജിനിയുടെ അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്. സിജേട്ടനെ വന്ന് കണ്ട സമയത്ത് തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു, ഇതാണ് വ്യക്തി, ഇതാണ് നിന്റെ ആള്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ഞാൻ 1-2 കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ നല്ല റെസ്പോൺസാണ്. മാതാവ് കൊണ്ടു തന്നതാണ്. മാതാവ് എന്നോട് പറഞ്ഞു, ഇതാണ്, ഇനി നീ ഒന്നും ചിന്തിക്കേണ്ട. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചതും കേട്ടതും.
അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുവെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥന നമുക്കൊരു വലിയൊരു ഘടകമാണ്. നമുക്ക് നമ്മൾ പൊതുവെ പറയാറ് രാവിലെ മുതൽ വൈകുന്നേരത്തിനുള്ളിൽ രാത്രിക്കുള്ളിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനും നമ്മൾ ചിന്തിക്കാറ്. നമ്മൾ സോറി പറഞ്ഞ് വരുന്നത് ഞാൻ തന്നെയാണ്. ഫസ്റ്റ് സോറി പറഞ്ഞ് ചെല്ലും, ചേട്ടൻ വേഗം തണുക്കും, അങ്ങനെ സോൾവ് ചെയ്ത് പോകാറുണ്ട്. വീട്ടുകാരായിട്ട് ബന്ധം കുറയാതിരിക്കാൻ നമ്മൾ ഉച്ച സമയത്ത് ബ്രേക്ക് കിട്ടുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ച് ജിനി എങ്ങനെയുണ്ട്, ഇപ്പോൾ എല്ലാം ഓക്കെ അല്ലേ, ടെൻഷനൊക്കെ കുറഞ്ഞോ, അങ്ങനെ ഞാൻ ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് നമ്മളോടുള്ള ഒരു മൈൻഡിനൊരു റിലാക്സേഷൻ വരും. അധികം നേരം ഒന്നും നിൽക്കില്ല. ചിലപ്പോൾ ആ ഒരു ദേഷ്യത്തിന് എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ അത് കഴിഞ്ഞ് അടുത്ത സാഹചര്യം വരുമ്പോഴേക്കും ഞങ്ങൾ വീണ്ടും ആ ഒരു ഹാപ്പി ഇതിലേക്ക് പോരും. എൻ്റെ റൂമിനകത്ത് എനിക്കൊരു മാതാവിൻ്റെയും ഒരു യേശുവിൻ്റെയും ഒരു തിരുഹൃദയത്തിൻ്റെ രൂപം, ഒരു യേശുവിൻ്റെ രൂപം ഒരുമിച്ച് വെച്ച് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പേഴ്സണൽ പ്രേയർ ചെയ്യാനുള്ള ഒരു രൂപക്കൂട്, ചെറിയൊരു രൂപക്കൂട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലായ്പ്പോഴും നമ്മുടെ വീടിൻ്റെ കോമൺ ആയിട്ടുള്ള ആ ഏരിയയിലുള്ള പ്രാർത്ഥനാ റൂമിൽ പോയി നമുക്ക് രാത്രി ആയാലും പകലും പ്രാർത്ഥിക്കാം. പക്ഷെ നമുക്ക് പേഴ്സണലായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ രാവിലെ ജോലിക്ക് ഇറങ്ങുമ്പോൾ പിള്ളേരെ വിളിച്ചു നിർത്തി മുട്ടുകുത്തിച്ച് ഒരു തിരുരത്വ സംരക്ഷണ പ്രാർത്ഥനയുണ്ട് യാത്രയിൽ, നമ്മുടെ സംരക്ഷണത്തിന്. ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് അവർക്ക് എല്ലാവർക്കും സ്തുതി കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഞാൻ ഈശോനെ സ്നേഹിക്കുന്നത് എൻ്റെ രാവിലെ എണീക്കുമ്പോൾ തുടങ്ങി ഞാൻ ഈശോയോടുള്ള സംഭാഷണത്തിലാണ്. ഞാൻ പറയുന്നത് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന ദിവസങ്ങളിൽ ചെയ്യാനുണ്ട്, ഇന്നൊക്കെ പ്ലാനുകളുണ്ട്, നിനക്കറിയാലോ എൻ്റെ തിരക്ക് പിടിച്ച ജീവിതമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും സംഭാഷണത്തിലാണ്. ഞാൻ അലക്കാൻ നിൽക്കുമ്പോഴായാലും പാത്രം കഴുകാൻ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് എനിക്കിത് ചെയ്യണം, ഇത്ര സമയമുള്ളൂ, ഇത്ര സമയത്തിന് ഞാൻ അവിടെ എത്താം. ആ ഒരു സംഭാഷണം എപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ജപമാല ചൊല്ലുന്നൊരു ജപമാല എനിക്ക് എപ്പോഴും കയ്യിലുണ്ടാവും. ചിലപ്പോൾ ഞാൻ വണ്ടിയുമ്പോൾ പോകുമ്പോഴായാലും ചിലപ്പോൾ അത് ജപമാലയായിട്ടാവില്ല, നന്മ നിറഞ്ഞ മറിയമേ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ എണ്ണമൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കൗണ്ടർ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്, ടാലി കൗണ്ടർ പോലെ. അപ്പോൾ ഇങ്ങനെ സുഹൃത്ത് ജപങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. ആ ഒരു പ്രാർത്ഥനകൾ എപ്പോഴും ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത് നല്ലത്. കാരണം വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ ഏറ്റവും സേഫ് ആണെന്ന് പറഞ്ഞത് കൂട്ടുകുടുംബമാണ്. കാരണം വെച്ചാൽ എനിക്കോ ജിനിക്കോ ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒന്ന് പുറത്തു പോകേണ്ട അവസ്ഥ കഴിഞ്ഞാൽ നമ്മുടെ അതായത് എൻ്റെ അപ്പച്ചൻ്റെ അമ്മയോ അല്ലെങ്കിൽ അവളുടെ അപ്പച്ചൻ്റെ അമ്മയോ അതിൽ കൂടുതൽ നോക്കാൻ പറ്റിയ, കുട്ടികളെ നോക്കാൻ പറ്റിയ വേറെ ഒരു ആൾക്കാർ ഇതിനകത്തുണ്ടാവില്ല. കാരണം വെച്ചാൽ എൻ്റെ മോൻ എൻ്റെ കൊച്ചിന് അവരുടെയും കൂടി കുട്ടിയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലേ അവർ നോക്കുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും സേഫായിട്ട് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനോ കുട്ടികളെ കൊണ്ടുപോകാനോ ഏറ്റവും സേഫായിട്ടുള്ളത് നമ്മുടെ സ്വന്തം കൂട്ടുകുടുംബമായിട്ടുള്ളവരാണ്. എന്നെ സംബന്ധിച്ച് കൂട്ടുകുടുംബം തന്നെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. ഇപ്പോൾ ഈ പറഞ്ഞോണം ഞാനും ചേട്ടനും തമ്മിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുകളോ പ്രശ്നങ്ങളോ വരുമ്പോൾ തന്നെ അത് പെട്ടെന്ന് സോൾവ് ചെയ്യുന്നതിൻ്റെ കാരണം വീട്ടിൽ അപ്പച്ചനും അമ്മയുണ്ട്. നമുക്ക് അവരുടെ മുന്നിൽ ഒരു പരിധി വിട്ട് നമുക്ക് അങ്ങനെ ദേഷ്യപ്പെട്ട് അകന്നു മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ അത് സോൾവ് ചെയ്തപ്പം മക്കൾക്ക് ഞങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചു വരുമ്പോൾ അവരെ ശകാരിക്കുമ്പോഴായാലും അതിനും ഒരു നിയന്ത്രണം വരെയാണ്. അപ്പോൾ സത്യത്തിൽ സ്നേഹം നിലനിന്ന് പോകാൻ എപ്പോഴും നമ്മുടെ കൂടെ അപ്പാപ്പന്മാരും അമ്മമാരും ആ മക്കളുടെ കൂടെ ഉണ്ടാവുന്നത് തന്നെ നല്ലത്. പിന്നെ കപ്പിൾസ് ടൈം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക, അതായത് ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം അതിന് അവർ മാക്സിമം സമയം കണ്ടെത്താൻ ശ്രമിച്ച് അങ്ങനെ പോകുന്നവർക്ക് ഗ്രാൻഡ് പാരൻസ് കൂടെയുള്ളത് മറ്റുള്ളവർ കൂടെയുള്ളത് അതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവിടെ ഫാമിലി ടൈമിനും ഒരു ടൈം മാറ്റി വയ്ക്കുക, കപ്പിൾസ് ടൈമിന് മാറ്റി വയ്ക്കുക. അപ്പോൾ പിന്നെ ജോയിൻറ്റ് ഫാമിലി ആയാൽ കൂടി അത് നമ്മളെ ബാധിക്കുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ അവർക്ക് നമ്മൾ സ്ട്രെസ്സ്, അതായത് ടെൻഷൻ വരുന്ന സമയങ്ങളിൽ അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. പിന്നെ നമുക്ക് അവർക്ക് തോന്നണത്, അതായത് കുട്ടികളെ നോക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ഒരു പ്രശ്നം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ അവരുടെ പറയാതെ തന്നെ നമ്മളവരെ സഹായിക്കുക. കുഞ്ഞുങ്ങൾ കൂടിപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കപ്പിൾസ് ടൈം കൂടുതൽ കിട്ടുന്നത്. ഞങ്ങൾക്ക് കൂടുതലും ഞങ്ങൾ ദൂരയാത്രകൾക്ക് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് പോകണം. ഞാനും അപ്പച്ചനും അല്ലെങ്കിൽ അപ്പച്ചൻ്റെ കൊണ്ടുപോകേണ്ട അവസ്ഥ ചിലപ്പോൾ അമ്മയ്ക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അപ്പച്ചനും അമ്മയും ഉള്ളത്, അല്ലെങ്കിൽ ഞാനും ജിനിയും 4 മക്കളും ഒരുമിച്ച് പോകണം. ഞങ്ങളിപ്പോൾ വേളാങ്കണ്ണിയിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വിളക്കന്നൂർ തീർത്ഥയാത്ര പോയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഈ അടുത്താണ് പോയത്. യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണ്. ഞങ്ങൾ മാക്സിമം മോർണിംഗ് കൊണ്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട്. അപ്പച്ചനും അമ്മയും അധികം വരില്ല, അവർക്ക് ഈ ശാരീരിക പ്രശ്നങ്ങളുള്ളത് കൊണ്ട് വരവ് കുറവാണ്. എന്നിരുന്നാൽ കൂടി ഞങ്ങൾ ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെ മാക്സിമം കൊണ്ടുപോകും. ചിലപ്പോൾ ജസ്റ്റ് ഒരു പാർക്കിലേക്ക് ആവും, എന്നാലും ഞങ്ങൾ മാക്സിമം കൊണ്ടുപോകാൻ നോക്കും. വിവാഹവിളി ഒരുപാട് വൈകാതെ നമുക്ക് ലേറ്റ് ആവും തോറും നമ്മുടെ ബാക്കിയുള്ള ലൈഫും കൂടി നമുക്കത് ബുദ്ധിമുട്ടിലേക്ക് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളാവാൻ പിന്നെ വൈകി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് എന്ന് കഴിഞ്ഞാൽ
നമ്മുടെ ഒരു ഏജിൻ്റെ ലാസ്റ്റ് ലെവലായിരിക്കും നമുക്കൊരു കുട്ടി വലുതായി വരുന്നത്. അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. നമ്മൾ എപ്പോഴും തമ്പുരാൻ്റെ വിളി എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക. വിവാഹ വിളിയാണ് നമ്മൾക്ക് തമ്പുരാൻ തന്നിരിക്കുന്നതിന്. അതിന് നമ്മൾ മാനസികമായി ആദ്യം ഒരുങ്ങുക, പ്രാർത്ഥിച്ചൊരുങ്ങുക. തമ്പുരാൻ വിളിക്കുന്ന സമയത്തിന് നമ്മളതിന് പ്രതികരിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാതിരിക്കുക. വിവാഹ വിളി എത്രയും വേഗം സ്വീകരിക്കേണ്ടവരാണെങ്കിൽ അത് സ്വീകരിക്കുക, കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങുക. പള്ളിയിലേക്കായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും നമ്മൾ ദശാംശത്തിൻ്റെ കാര്യം കൊടുക്കാറുണ്ട്. കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേറൊരു വിധത്തിൽ ദൈവം നമുക്ക് തരും. അതിൻ്റെ ഇരട്ടിയായിട്ട് സഖ്യബോസിന് ദൈവം കൊടുത്ത പോലെ തന്നെ നമുക്ക് തിരിച്ച് തരും. ഈ 3ാമത്തെ ഡെലിവറി കഴിഞ്ഞ് വന്ന സമയത്ത് ആളുടെ കാര്യങ്ങൾ ആദ്യമൊന്നും എനിക്ക് ശ്രദ്ധിക്കാനേ പറ്റിയിരുന്നില്ല. വെച്ചാൽ 4 മക്കളുടെ കാര്യങ്ങൾ നോക്കി വരുമ്പോൾ തന്നെ ആളെക്കുറിച്ച് ശ്രദ്ധിക്കാനോ ആളുടെ കാര്യങ്ങൾ ചോദിക്കാനോ ഒന്നിനും പറ്റിയിരുന്നില്ല. ആ സമയത്തൊക്കെ ആൾ നല്ല രീതിയിൽ എന്നെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത് പോന്നിരുന്നു. ഇവിടെ അപ്പച്ചനമ്മയായാലും എനിക്ക് അത്ര സപ്പോർട്ടായിട്ട് നിന്നിരുന്നു. പിന്നെ ഈ പറഞ്ഞോണം പ്രാർത്ഥനയുടെ ഒരു ബലമുണ്ട്. ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക. പിന്നെ ഭക്ഷണക്രമങ്ങൾ ഈ നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. ഈ കൊഴുപ്പുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ഏതാണ് പറ്റുന്നത് അതിനനുസരിച്ച് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ശരീരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഒരു കുഞ്ഞിന് വേണ്ടി രൂപപ്പെടാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കാൻ തയ്യാറാവുക. അങ്ങനെ മാനസികമായിട്ട് ഒരുങ്ങിയാൽ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ കോമ്പൻസേഷൻ. നമുക്ക് മക്കൾ തരാൻ ഉദ്ദേശിക്കുന്ന ദൈവം അതിനോടൊപ്പം തന്നെ നമുക്കും സമ്പത്തും തരും. അതായത് ഒരു വാകേറിയ, അതായത് കുട്ടികളെ ശരിക്ക് നമ്മൾ ചെറുപ്പം മുതൽ അവർക്ക് ഏതൊക്കെ സമയത്ത് വേണമെന്ന് ദൈവത്തിനറിയാം. നമ്മളെക്കാളും കൂടുതൽ ദൈവത്തിനറിയാം. അപ്പോൾ ദൈവത്തിന് ആ ഒരു തീരുമാനം അനുസരിച്ച് കുട്ടികൾ ജനിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് പണ്ട് മുതൽ ഒരു ആഗ്രഹം, ഒരു വാഹനം വേണമായിരുന്നു, ഒരു കാർ എന്തെങ്കിലും വേണമായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. പക്ഷേ ഇവർ 3ാമത്തെ 4 മക്കളായി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിന് തന്നെ മനസ്സിലായി ഇവർക്കൊരു വാഹനത്തിൻ്റെ ആവശ്യമുണ്ട്. 4 പേരും കൂടി ഒരു 2 വീലറിന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതനുസരിച്ച് ഇവരുടെ ഡെലിവറി കഴിഞ്ഞ് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്തും ദൈവം തീരുമാനിച്ച പോലെ തന്നെ നമുക്കൊരു വാഹനം ലഭിച്ചു. അതനുസരിച്ച് അങ്ങനെ പിന്നെ സാമ്പത്തികമായാലും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ നമുക്കൊരു കയ്യിൽ അവസാനം ഏത് പ്രതിസന്ധി വരുമ്പോഴും ദൈവത്തോട് പറയും, ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറയും. കയ്യിൽ ഒരു പൈസ ഇല്ലെങ്കിലും അവസാനം ലാസ്റ്റ് നിമിഷത്തിലും, പക്ഷേ ആ സമയത്ത് ദൈവം നമുക്ക് വേണ്ടത് കൊണ്ടുവന്നിരിക്കും. നമ്മൾ ആവശ്യങ്ങൾ തന്നെ നടന്നു പോകും, തടസ്സങ്ങളില്ലാതെ നടന്നു പോകും. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് ഒരു പ്രശ്നം, ഒരു ബാധ്യത ആവില്ല. മക്കൾ അതിൻ്റെ രീതി തന്നെ വളർന്നു വന്നോളും. അതായത് അവർക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, ഏതൊക്കെ സമയം എന്തൊക്കെ വേണമെന്നുള്ളത്. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഇരിക്കുന്നത് 8:30-ക്കാണ്. കുടുംബ പ്രാർത്ഥനയുടെ സമയമാകുമ്പോഴേക്കും മക്കൾക്ക് അറിയാം. അപ്പോൾ അവർ വന്ന് TV ഓഫാക്കുക, ലൈറ്റ് ഓഫാക്കുക, അവരാണ് അത് ആദ്യം ചെയ്യുക. കുഞ്ഞുവാവങ്ങളാണ് ആദ്യം ചെയ്യുക. അവിടെ വന്ന് മുട്ടുകുത്തി കുരിശ് വരച്ച് കഴിയുമ്പോഴേക്കും അവർ ചോദിക്കും, ഏതൻ ചൊല്ലട്ടെ, ഞാൻ ചൊല്ലട്ടെ. അവരെന്താ ചൊല്ലണേന്ന് ചോദിച്ചാൽ ഓരോ രഹസ്യം, ആദ്യത്തെ രഹസ്യം അപ്പാപ്പൻ, 2ാം രഹസ്യം അമ്മാമ്മ, അങ്ങനെ ചൊല്ലാറ്. അപ്പോൾ 2ാമത്തെ മോൻ ചൊല്ലും. അവനൊരു രഹസ്യം ചൊല്ലണം എന്നുള്ളത് അവന് നിർബന്ധം. അവന് ചൊല്ലിക്കൊടുത്ത് അവൻ പ്രാർത്ഥിക്കണ കേട്ടിട്ട് ഈ 3ാമത്തെയും 4ാമത്തെയും കുഞ്ഞുങ്ങൾ വന്നിട്ട് പറയും, ഞങ്ങ ചൊല്ലാന്ന് പറയും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ചൊല്ലിക്കൊടുക്കും. നന്മ നിറഞ്ഞ മറിയമേ എന്ന് ഞാൻ ചൊല്ലിക്കൊടുക്കുമ്പോഴേക്കും അവരത് ഏറ്റു ചൊല്ലി ആ ഒരു രഹസ്യം അവർ 2ആളും കൂടി കംപ്ലീറ്റ് ചെയ്യും. അത് അവർക്ക് നിർബന്ധമുള്ള കാര്യമാണ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം. പിന്നെ കുടുംബ പ്രാർത്ഥന കഴിയണവർ അവിടെ അവർ കൂടും. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് സ്തുതി കൊടുക്കുമ്പോൾ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും ആദ്യം സ്തുതി കൊടുക്കുമ്പോൾ അപ്പം തന്നെ അപ്പാപ്പനും അമ്മാമ്മയും
മക്കൾക്ക് തിരിച്ച് സ്തുതി കൊടുക്കും. അത് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം, അവരെ അംഗീകരിക്കുന്നതായിട്ട് അവർ കരുതണേ. അപ്പാപ്പനും അമ്മാമ്മയ്ക്ക് സ്തുതി കൊടുക്കുന്നു, അവർ തിരിച്ചു കൊടുക്കുന്നു, ഞങ്ങൾക്ക് സ്തുതി തരുന്നു. അപ്പോൾ അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. അതുപോലെ ബൈബിള് വായിച്ചു കഴിഞ്ഞ് ബൈബിള് മുത്താന്നുള്ളത് അവർക്ക് അവകാശം പോലെ, അവരത് കഴിഞ്ഞാലേ അവിടെ നിന്ന് പോവുള്ളൂ. പള്ളിയിൽ പോയാലും ഇങ്ങനെ ഓട്ടിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ സ്പീക്കറിന്റെ സൗണ്ടൊക്കെ അവന് ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒച്ച ഉണ്ടാക്കും, ചിലപ്പോൾ ചെവി പൊത്തും, അങ്ങനെയൊക്കെ ഒരു ടെൻഡൻസി അവനുണ്ട്. എന്നിരുന്നാൽ കൂടി പാട്ടുകൾ വരുമ്പോൾ ആള് ഫ്രീ ആയിട്ട് ഇരുന്ന് കേൾക്കും. ഈശോയുടെ പാട്ടിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ ഉള്ളതാണ് കുഞ്ഞിന്. കാറ്റിസം അതിനുള്ള ആ ഒരു ലെവലിലേക്ക് ആവാനായിട്ടില്ല, ആയിട്ടില്ല. അപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ബൈബിൾ നേഴ്സറി ഉണ്ട്, പള്ളിയോട് ചേർന്നിട്ടുണ്ട് ബൈബിൾ നേഴ്സറി. അതായത് അപ്പോൾ നമുക്ക് രണ്ടാമത്തവനെയും മൂത്തവനെയും കൂടി ഞങ്ങൾ ബൈബിൾ നേഴ്സറി ആക്കും, രാവിലെ കൊണ്ടാക്കും. അത് കഴിഞ്ഞ് 10 മണിയുടെ കുർബാന സമയത്ത് ഞാനും ജനിയും ട്വിൻസ് അവരും കൂടി ഒരുമിച്ച് പള്ളി ചെന്ന് അവരും കൂടി ചേർത്ത് ഒരുമിച്ച് നിർത്തി ഞങ്ങൾ കുർബാന കാണാറുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ കുർബാന കിട്ടാവുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഞായറാഴ്ചകൾ മുടക്കാറില്ല. കുഞ്ഞുങ്ങള് ഏജ് ഗ്യാപ്പ് ഇല്ലാത്ത കാരണം തന്നെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ 4 പേർക്ക് ഒരുമിച്ച് വരും. അപ്പൊ ഈ പറഞ്ഞ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരു ഇത്തിരി സ്ട്രെസ്സും ഇത് വരും. 4 പേരും വാശി പിടിക്കും, അവർക്ക് അസ്വസ്ഥതകളല്ല, എൻ്റെ ബുദ്ധിമുട്ടുകൾ കാണിക്കും, പിന്നെ പറഞ്ഞ ഡോക്ടറെ കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രെസ്ഫുള്ളാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ട്വിൻസിന്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ മിക്കപ്പോഴും ഈശോയായിട്ടൊരു പേഴ്സണൽ കോൺവെർസേഷൻ നടത്തുന്ന ഒരു ഇതാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും വണ്ടി ഓടിക്കുമ്പോഴായാലും ഞാൻ പറയുന്നത് ഇന്ന് ഈശോ എന്നല്ല, ഇന്ന് അറിയാലോ, പേര് വിളിക്കില്ല, അറിയാലോ ഇന്ന് മോൻ്റെ സ്കൂളിൽ കോമ്പറ്റീഷൻ ഉണ്ട്, താഴെയുള്ളവരെ വയ്യായോ മാറിയിട്ടില്ല, മൂത്ത മോനെ തെറാപ്പിക്ക് പോകണം, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ, എന്നതൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ട്, അറിയാലോ, എൻ്റെ കൂടെ ഉണ്ടാവണം. അങ്ങനെ ഒരു ടോക്ക് എപ്പോഴും ഞാൻ കൂടെ കൊണ്ടുനടക്കും. പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ജപമാല ഉണ്ടായിരിക്കും, അതിലെ കുരിശുരൂപം ഞാൻ ഉള്ളം കയ്യിൽ ചേർത്ത് പിടിച്ചിട്ടാണ് എപ്പോഴും നടക്കുക. അപ്പോൾ എന്തൊരു പ്രതിസന്ധി വന്നാലും അതാണ് എൻ്റെ ബലം. എനിക്ക് ഇപ്പോൾ എറിക്കിൻ്റെ ചില ബിഹേവിയർ ഇഷ്യൂസ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും നമുക്ക്. അവനെ കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ഇവൻ ഓടും, അവനെ എങ്ങനെയാ ബിഹേവ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ നമ്മൾ കെയർ ചെയ്യേണ്ട സമയം, പുറത്തിറങ്ങുമ്പോൾ അവർ ഓടിയാളി കളിക്കുന്ന സമയം 4 ആളെ ഒരുപോലെ മാനേജ് ചെയ്യാൻ നല്ല സ്ട്രെസ്ഫുള്ളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബലം. ഈ കുരിശുരൂപം എൻ്റെ കയ്യിലുണ്ട്, ഈ മാതാവിൻ്റെ ജപമാല എൻ്റെ കയ്യിലുണ്ട്, ഇത് കൂടെ ഉള്ളത് തന്നെയാണ് എൻ്റെ ബലം. സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസുകൾ നമ്മളിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, വാട്സപ്പ് അങ്ങനത്തെ കേസുകളൊക്കെ. പക്ഷെ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ യൂസിങ് അധികം ഒരുപാട് കൊടുക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം ആദ്യത്തെ ഞങ്ങളുടെ എറിക്കിന് ഞങ്ങളോട് ഒരു 2 വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ ഒരു അഡിക്ഷൻ്റെതായിട്ടുള്ള ഞങ്ങൾക്കൊരു തോന്നിയായിരുന്നു. അത് അവൻ ആദ്യമേ അവളുടെ പ്രഗ്നൻസി, 2ാമത്തെ പ്രഗ്നൻസി വന്ന സമയത്ത് കാർട്ടൂൺ ചാനലിൽ അവനെ കുറച്ച് കൂടുതലധികം കാണിക്കാറുണ്ട്. ആ ഒരു ഇതിൻ്റെ എഫക്റ്റ് ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി. അതിനുശേഷം പിന്നെ നമ്മൾ അതിനുശേഷം പിന്നെ കാർട്ടൂൺ എന്നുള്ള സംഭവം മാക്സിമം ഒഴിവാക്കി. വീട്ടിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ കാർട്ടൂൺ വളരെ വയ്ക്കാറില്ല, വളരെ ഇല്ല. പിന്നെയും വേറെ ആനിമൽസിനോട് അവൻ താല്പര്യം കൂടുതലാണ്, അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാറുണ്ട്. കാർട്ടൂണോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ TV സ്വാഭാവികമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ അഡിക്ഷൻ വരാൻ സാധ്യതയുള്ള കേസുകൾ മാക്സിമം ഒഴിവാക്കും. ഞാൻ എറിക്കിനും കൊണ്ട് പുറത്തു പോകുമ്പോൾ എനിക്ക് ചില സിറ്റുവേഷൻസിൽ അവനെ ഒന്ന് ഇരുത്താനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം ഫോണിൽ കൊടുക്കും. അതും ലേണിംഗ് ആപ്സ് ആണ്, അല്ലാതെ സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ അധികം അവന് കൊടുക്കില്ല. പിന്നെ പാട്ടുകൾ ഇഷ്ടമായതുകൊണ്ട് ചിലപ്പോൾ പാട്ട് പഠിക്കാൻ വേണ്ടി യൂട്യൂബിൽ അങ്ങനെ വെച്ച് കൊടുക്കുന്നല്ലാതെ അവർക്ക് ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ ഫോൺ ഫ്രീ ആയിട്ട് കൊടുക്കാറില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്യാൻ വല്ല കൊടുക്കണമെങ്കിൽ തന്നെ ടൈം ലിമിറ്റ് ഉണ്ട്. നമ്മൾ അലാം സെറ്റ് ചെയ്തിട്ടാണ് ഫോൺ കൊടുക്കുക. ആ അലാം അടിക്കുമ്പോൾ ഓഫ് ആക്കണം എന്ന് അവരോട് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് ചെയ്യും, അങ്ങനെ ചെയ്യും. അതിൻ്റെ ഇടയിൽ കോള് വന്നാൽ നമുക്ക് അവർ കട്ടാക്കി മീൻസ് ഫോൺ കൊണ്ട് തരും, വീഡിയോ കട്ടാക്കിയിട്ട്. ഞങ്ങൾ 2 ആളും ഉപയോഗം കുറച്ചിരിക്കുകയാണ്. ചേട്ടനായാലും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക്, പിന്നെ മോൻ്റെ തെറാപ്പി, അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ അതിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ജീസസ് യൂത്തിൻ്റെ ഒരു അക്കമ്പനിങ് കപ്പിൾസ് എന്നൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രോഗ്രാമിൽ ചേർന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ഫാമിലിയായിട്ട് കൂട്ടായ്മ കിട്ടി. നമ്മൾക്ക് ഓരോ ഫാമിലിയിലും ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എല്ലാ വീടുകളിലും പൊതുവേ ഉള്ളതാണ്. പക്ഷെ അത് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സംസാരിച്ച് തീരാവുന്ന ഒരു പ്രശ്നം. പൊതുവേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. മാതാപിതാക്കളായാലും ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരുതലവിടെ നമുക്ക് എല്ലാ പ്രാർത്ഥനയും കൂടെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആത്മീയമായിട്ട് എന്നോട് എല്ലാവരും പറഞ്ഞു, ഈ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട്
ഇപ്പൊ പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ പറയുന്നവരുണ്ടെന്ന് വെച്ചാൽ നല്ല സ്ട്രഗിൾ ആണല്ലോ ഇതൊക്കെ, ഇവരൊക്കെ ഒന്ന് വലുതായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പൊ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ മാറ്റി വെക്കാനുള്ളതല്ല, നമ്മൾ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്യണം. അപ്പോൾ പള്ളിയിൽ പോകാനായാലും ഇപ്പൊ ഞങ്ങൾ ഈ ജീസസ് യൂത്തിന്റെ ഭാഗമായിട്ട് എക്കമനി കപ്പിൾസിന്റെ ഒരു ട്രെയിനിങ് ഉണ്ട്, ഇരിഞ്ഞാലക്കുട ജീസസ് യൂത്ത് ഫാമിലി ഉണ്ട്. അപ്പൊ അതിൽ മന്ത്ലി നമുക്കൊരു ഗാദറിംഗ് ഉണ്ട്, അവിടെ നമുക്ക് കുഞ്ഞു കുഞ്ഞു സെഷൻസ് തരും, എൽഡർ ഫാമിലീസിനെ കുറെ കാണാം. അപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് നമ്മൾ പോലും അറിയാതെ നമ്മൾ അവിടെ ഷെയർ ചെയ്യണം, നമുക്ക് കുറെ പോസിറ്റീവായിട്ടുള്ള സജഷൻസ് തരും, നമ്മളെ ചേർത്ത് പിടിക്കുന്ന കുറെ ഫാമിലീസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫാമിലീസിന്റെ ഒക്കെ സപ്പോർട്ടാണ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് ധ്യാനങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് പങ്കുചേരാൻ പറ്റും. അപ്പൊ അതൊക്കെ നമുക്കൊരു ബലാണ്. ഈ കൂട്ടായ്മകളിൽ നിന്നും വിട്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയിട്ട് അവരുടെ ഒരു സപ്പോർട്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇത്രയും നമ്മൾ എത്തിച്ചത്. നമ്മൾ മറ്റുള്ളവർക്ക് വചനം കൊടുക്കാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ട്, അത് മാക്സിമം നമ്മൾ കിട്ടുന്ന സാഹചര്യങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മിഷന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ അനുകൂലമായ സാഹചര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാണ്. മക്കളും ഞങ്ങളും ഈ കഴിഞ്ഞ ഒരു മിഷന്റെ ഭാഗമായിട്ട് ഒരു ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു, അന്ന് തുടങ്ങി ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മിഷന് പോകാനുള്ള അനുഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. തമ്പുരാൻ തരുന്ന അവസരത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ മറ്റു സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഈശോനെ പ്രഘോഷിക്കുന്നത്, അവിടങ്ങളിൽ നമുക്ക് കൾച്ചറൽ എക്സ്ചേഞ്ച് പോലെ അവിടുത്തെ അവസ്ഥകൾ നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണോ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയാണോ, അങ്ങനെ അവര് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല താഴ്ന്ന സാഹചര്യങ്ങളിൽ ഇരുന്ന് പോലും ഈശോയോടുള്ള വിശ്വാസം വിടാതെ അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഒന്ന് കാണണം, എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ കുട്ടികൾ പെട്ടെന്ന് വേണ്ട എന്നൊരു ധാരണയുണ്ട്. പക്ഷേ എനിക്കൊന്ന് പറയാമെന്ന് വെച്ചാൽ നമ്മളൊരു തീരുമാനം എടുത്തു വെച്ച് ചിലപ്പോൾ 2-3 വർഷം ജോലിയുടെ ഭാഗമായിട്ട് പലരും അങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന സംഭവമുണ്ട്. ഇപ്പോൾ കുട്ടികളായി കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 2-3 വർഷം 4 വർഷം അതിന് കഴിഞ്ഞിട്ട് കുട്ടികളാവാൻ എന്ന് ചിന്തിക്കുന്നവർക്ക് പലർക്കും സംഭവിക്കുന്നത് വെച്ചാൽ പിന്നെ കുട്ടികളാവാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ കുട്ടികളാവാൻ പിന്നെ ദൈവം തീരുമാനിക്കണം, ദൈവത്തിൻ്റെ അടുത്ത് പോകേണ്ടി വരും നമ്മൾ, എങ്ങനെ കുട്ടികൾ വേണം എങ്ങനെ വേണം. അപ്പോൾ ആ ഒരു ചേഞ്ചസ് അത് എല്ലാവർക്കും വരാറുണ്ട്. നമ്മൾ അങ്ങനെ ഒരിക്കലും തീരുമാനിക്കും, ദൈവം തരണ സമയത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. കുഞ്ഞുങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാവുന്നത്. അതുവരെ നമ്മൾ പരസ്പരം സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോൾ അവിടെ നമ്മുടെ ബോണ്ടിങ് കൂടാണ്, നമ്മൾ തിരിച്ചറിയലാണ് കുറച്ചുകൂടി. അപ്പൊ കുഞ്ഞുങ്ങൾ കൂടുന്തോറും, എൻ്റെ അനുഭവത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾ കൂടുന്തോറും ഞാനും ചേട്ടനും തമ്മിലുള്ള തിരിച്ചറിവുകൾ, സപ്പോർട്ട്, കെയറിങ്, ഞാൻ ശരിക്കും 3ാമത്തെ പ്രഗ്നൻസിക്ക് ശേഷമാണ് ഇത്രയും കെയറിങ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടും എന്നുള്ളൊരു ഇത് മനസ്സിലായത്. വീട്ടിലായാലും അപ്പച്ചനും അമ്മയായാലും കുഞ്ഞുങ്ങൾ, അപ്പൊ മക്കള് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. വിവാഹ ജീവിതം തെരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത്. അത് വൈകിക്കാതെ തമ്പുരാൻ തരുന്ന സമയത്ത് സ്വീകരിക്കുക.